വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോൾ ഞാനും മോനും കൂടെ ഏട്ടൻ ജോലി ചെയ്യുന്ന ബസ്സിൽ പോകാറുണ്ട് കേട്ടോ. അച്ഛനെ കണ്ടപ്പോൾ മോൻ അച്ഛൻ്റെ കൂടെ പോയി. ആ ടൈമിൽ ഞാനൊരു സെറ്റ് കറുത്ത കുപ്പിവള വാങ്ങാൻ കയറിയതാണേ. അച്ഛൻ്റെ കൂടെ പോയിട്ട് വരുമ്പോൾ അവന് വേണ്ടുന്ന സാധനങ്ങൾ അവൻ വാങ്ങിപ്പിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് അവൻ കൂടെ പോയത്. ഇങ്ങനെ ഞങ്ങൾ കൂടെ പോകുമ്പോൾ നമ്മളെ അടുത്തറിയുന്ന ആൾക്കാരാണെങ്കിലും തമാശയ്ക്ക് ചോദിക്കാറുണ്ട്, ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത് കളിയാക്കിക്കൊണ്ട്, വീട്ടിൽ നിന്ന് തന്നെയല്ലേ വരുന്നേ, എന്തിനാ എപ്പോഴും ഇങ്ങനെ പുറകെ നടക്കുന്നതെന്നൊക്കെ. പക്ഷേ ഇങ്ങനെ സ്നേഹത്തോടെ നമ്മളെ വിളിച്ച് കൂടെ കൊണ്ടുപോകുമ്പോഴും നമ്മൾ കൂടെ പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുടെ കൂടെ ഇങ്ങനെ പോകാനായിട്ട്. ഇടയ്ക്ക് ഇതുപോലെ മാസത്തിലൊരു 2 തവണയെങ്കിലും ഞങ്ങൾ പോകാറുണ്ട് ഇങ്ങനെ കൂടെ. ആൾക്ക് വേറെ ഏത് ജോലിയാണെങ്കിലും ഇത്രയും സ്വാതന്ത്ര്യത്തോടെ നമ്മളെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെയുള്ള ട്രിപ്പൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷം. രാവിലെ ജോലിക്ക് പോകുന്നു, രാത്രി വീട്ടിൽ കയറി വരുന്നു. അപ്പോൾ ഈ ടൈമിനിടയ്ക്ക് നമുക്ക് അവരുടെ കൂടെ ഇരിക്കാനും സംസാരിക്കാനും ഒരു നല്ല അവസരം കിട്ടുന്നു, അത്രേ ഉള്ളൂ. ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് എത്തി. ചായ കുടിക്കാനായിട്ട് പോവുകയാണെ. അച്ഛനും മോനും ആദ്യം പോയി. വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പുറകെ പോകുന്നു. ഈ കടയിൽ സ്ഥിരം ചായ കുടിക്കുന്നതാണ്. അപ്പോൾ മോൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ല പരിചയമാണ്. അവിടെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവനത് സ്വന്തം വീട് പോലെ. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം അവിടെ റെസ്റ്റിംഗ് ടൈമാണ് വണ്ടിക്ക്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ മോനെയും കൊണ്ട് മുടി വെട്ടിക്കാനായിട്ട് പോയി. മുടി ഒരുപാട് വളർന്ന് കിടന്നതായതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് തന്നെ മുടി അങ്ങ് കട്ട് ചെയ്യാമെന്ന് വെച്ചു. മുടി വെട്ടുന്നത് ആൾക്ക് തീരെ ഇഷ്ടമല്ല. ഒരു വിധത്തിലെ ഫോണൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി ഐസ്ക്രീമൊക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ടാണ് മുടി വെട്ടിയത്. അതിനുശേഷം പിന്നെ കുറച്ച് നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. റെസ്റ്റിംഗ് ടൈം തീർന്നപ്പോൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകും.